നമസ്കാരം. സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം. അശാസ്ത്രീയ മാലിന്യ സംസ്കരണം വിളയങ്കോട് 2 സ്ഥാപനങ്ങൾക്ക് പിഴ ചുമത്തി ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ്. റിഫ്രഷ് ഓട്ടോ കെയർ, മാരുതി സുസുക്കി പോപ്പുലർ യാർഡ് എന്നീ സ്ഥാപനങ്ങൾക്കാണ് സ്ക്വാഡ് 25,000 രൂപ പിഴ ചുമത്തിയത്. പരിശോധനാ സമയത്ത് റിഫ്രഷ് ഓട്ടോ കെയർ പ്ലാസ്റ്റിക് മാലിന്യം ഉൾപ്പെടെയുള്ളവ കത്തിക്കുന്ന നിലയിലായിരുന്നു. ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ നടത്തിയ പരിശോധനയിലാണ് അശാസ്ത്രീയ മാലിന്യ സംസ്കരണത്തിന് വിളയങ്കോട് പ്രവർത്തിച്ചുവരുന്ന റിഫ്രഷ് ഓട്ടോ കെയർ എന്ന സ്ഥാപനത്തിനും മാരുതി സുസുക്കി പോപ്പുലർ യാർഡിനും പിഴ ചുമത്തിയത്. സ്ക്വാഡ് വിളയങ്കോട് ഭാഗത്ത് പരിശോധനയ്ക്കായി പോകുന്ന വേളയിൽ റിഫ്രഷ് ഓട്ടോ കെയർ എന്ന വാട്ടർ സർവീസ് സ്റ്റേഷനിൽ നിന്നും മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നത് തത്സമയം ശ്രദ്ധയിൽപ്പെട്ടതാണ് പിഴ ചുമത്താൻ കാരണം. വൻതോതിൽ പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളായിരുന്നു കൂട്ടിയിട്ട് കത്തിച്ചത്. ഉടൻ തന്നെ തീയണയ്ക്കാൻ സ്ക്വാഡ് നിർദ്ദേശം നൽകി. തുടർന്ന് സ്ഥാപനത്തിൽ നടത്തിയ പരിശോധനയിൽ സ്ഥാപനത്തിൽ നിന്നുള്ള മലിനജലം ടാങ്കിൽ നിന്നും മോട്ടോർ ഉപയോഗിച്ച് ചതുപ്പ് നിലത്തേക്ക് അടിച്ചു കളഞ്ഞതായി കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിന്റെ മലിനജല സംസ്കരണ സംവിധാനം പ്രവർത്തിക്കുന്നില്ലെന്ന് ബോധ്യപ്പെടുകയും ഉടൻ തന്നെ ശാസ്ത്രീയമായ രീതിയിൽ ഖരദ്രവ മാലിന്യങ്ങൾ സംസ്കരിക്കാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. 15,000 രൂപ പിഴ ചുമത്തി തുടർ നടപടികൾ സ്വീകരിക്കാൻ കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. സ്ക്വാഡ് വിളയങ്കോട് പ്രവർത്തിച്ചു വരുന്ന മാരുതി സുസുക്കി പോപ്പുലറിന്റെ യാർഡിൽ നടത്തിയ പരിശോധനയിൽ യാർഡിന്റെ പല ഭാഗങ്ങളിലായി ജൈവ അജൈവ മാലിന്യങ്ങൾ വേർതിരിക്കാതെ കൂട്ടിയിട്ടിരിക്കുന്നതായും കത്തിച്ചതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനത്തിലെ ജീവനക്കാർ ഭക്ഷണാവശിഷ്ടങ്ങൾ യാർഡിന്റെ പരിസരത്ത് അലക്ഷ്യമായി കൂട്ടിയിട്ടിരിക്കുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. സ്ഥാപനം ഹരിതകർമ്മസേനയ്ക്ക് മാലിന്യം കൈമാറുന്നില്ല. സ്ഥാപനത്തിന് 10,000 രൂപ പിഴ ചുമത്തുകയും മാലിന്യങ്ങൾ ശാസ്ത്രീയമായി കൈയൊഴിയാൻ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. പരിശോധനയിൽ ജില്ലാ എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് ലീഡർ അഷറഫ് PP, സ്ക്വാഡ് അംഗങ്ങളായ അലൻ ബേബി, ദിപിൻ CK, കടന്നപ്പള്ളി പാണപ്പുഴ ഗ്രാമപഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ജ്യോതി VV തുടങ്ങിയവരും പങ്കെടുത്തു.